ഇന്ന് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മഞ്ചിഷ്ട സോപ്പാണ്. പല നാട്ടിലും പല പേരിലായിട്ടാണ് മഞ്ചിഷ്ട അറിയപ്പെടുന്നത്. മഞ്ചട്ടി എന്നും മഞ്ചിഷ്ട എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു വർണ്യഗണത്തിൽ ഉൾപ്പെടുന്ന ഔഷധദ്രവ്യമാണ്. പ്രധാനമായിട്ടും തൊലിയിലുണ്ടാവുന്ന അസുഖങ്ങൾക്കും വർണ്യമായിട്ടൊക്കെയാണ് മഞ്ചിഷ്ട യൂസ് ചെയ്യുന്നത്. മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് മഞ്ചിഷ്ട ഓയിൽ. മഞ്ചിഷ്ട ഓയിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ പാകം കറക്റ്റ് ആവണം. പാകം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓയിൽ കേട് വരാനുള്ള സാധ്യത ഉണ്ട്. പാകം എങ്ങനെ നോക്കുക എന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൽക്ക എടുത്ത് നോക്കിയിട്ട് കൽക്ക നമ്മുടെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെ ഇടയിലെടുത്ത് നോക്കി ഇതുപോലൊരു വർത്തി ഉണ്ടാക്കാൻ പറ്റണം. വർത്തി എന്ന് പറയുകയാണെങ്കിൽ ഉണ്ട പോലെ നമുക്ക് കൃത്യമായ ഷേപ്പ് കിട്ടണം. അപ്പോഴാണ് പാകം കറക്റ്റ് ആവാന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് മഞ്ചിഷ്ട സോപ്പുകൾക്ക് അവൈലബിൾ ആണ്. മഞ്ചിഷ്ടേൻ്റെ കളർ എന്ന് പറയുന്നത് റെഡിഷ് ആയിട്ടുള്ളൊരു കളറാണ്. പക്ഷേ ഒരുപാട് കളറൊക്കെ യൂസ് ചെയ്തിട്ട് റെഡ് കളറുള്ള സോപ്പുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇനിയെങ്കിലും നമ്മൾ സോപ്പുകൾ മേടിക്കുമ്പോൾ പ്യുവർ ആയിട്ടുള്ള ആയുർവേദിക് സോപ്പുകൾ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രോപ്പറായിട്ട് തന്നെ സ്കിൻ കെയർ ഫോളോ ചെയ്യുക.